वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। कं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्येश्वरं श्रीगुरुं भवतारिणम्। ॐ नमो भगवते वासुदेवाय 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 ॐ नमो भगवते वासुदेवाय। ഭഗവത്ഗീത 7ാമത്തെ അധ്യായം 16ാമത്തെ ശ്ലോകം. ചതുർവിധാ ഭജന്തെ മാം 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 ജനാ സുകൃതിനോ അർജുന 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 ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച വരദർശ ജ്ഞാനീ ച വരദർശവ ജ്ഞാനീ ച വരദർശവ ചതുർവിധാ ഭജന്തെ മാം ചതുർവിധാ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച വരദർശവ ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച വരദർശവ. വായിക്കുന്നുണ്ടോ ആരെങ്കിലും? ചാപ്റ്റർ 7 ശ്ലോക 16. चतुर्विधा भजन्ते मां चतुर्विधा भजन्ते मां जनाः सुकृतिनो आर्तो जिज्ञासुरर्थार्थी ज्ञानी च वरदर्शव चतुर्विधा भजन्ते मां चतुर्विधा भजन्ते मां जनाः सुकृतिनो अर्जुन जनाः सुकृतिनो अर्जुन आर्तो जिज्ञासुरर्थार्थी ज्ञानी च वरदर्शव ज्ञानी च वरदर्शव चतुर्विधा भजन्ते मां चतुर्विधा भजन्ते मां जनाः सुकृतिनो अर्जुन आर्तो जिज्ञासुरर्थार्थी ज्ञानी च वरदर्शव चतुर्विधा भजन्ते मां जनाः सुकृतिनो अर्जुन आर्तो जिज्ञासुरर्थार्थी ज्ञानी च वरदर्शव चतुर्विधा भजन्ते मां जनाः सुकृतिनो अर्जुन आर्तो जिज्ञासुरर्थार्थी ज्ञानी च वरदर्शव
जनासुकृतिनो अर्जुन अर्थो जिज्ञासुरताति ज्ञानी च वरदर्शव चतुर्विधा भजन्ते माम् जनासुकृतिनो अर्जुन अर्थो जिज्ञासुरताति ज्ञानी च वरदर्शव. Translation. ഹേ ഭരതകുലശ്രേഷ്ഠ, സുകൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഇവിടെ സുകൃതികളായ 4 തരക്കാരെ കുറിച്ച് ഭഗവാൻ പറയുന്നു. അതായത് ചതുർവിധ ഭജന്തേ മാം, 4 തരത്തില് മാം എന്നെ ഭജിക്കുന്നു. ജനാ സുകൃതിനോ അർജുനോ, അവർ സുകൃതികളാണ്. ആരാത്? ആർത്തന്മാരാണ്. ആർത്തോ, ആർത്തന്മായ ആൾക്കാർക്ക് എന്ത് വേണം? ദീനന്മാരാണ്. പ്രയാസം ഉണ്ടാവും, പല കാര്യങ്ങളും അസുഖം ഉണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവർ ഭഗവാനെ ഭജിക്കുന്നു, ഭഗവാനാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അവർ ആരാണെന്ന് ഭഗവാൻ പറയുന്നത് സുകൃതിയാണ്. മനസ്സിലായില്ലേ? സുകൃതി. ഇതിന്റെ മുന്നേ ദുഷ്കൃതികളെ കുറിച്ച് പറഞ്ഞു ഭഗവാൻ. ഇപ്പൊ സുകൃതികളെ കുറിച്ച് പറയണം. ആർത്തോ ജിജ്ഞാസു. എന്താ ജിജ്ഞാസു എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, അവരും ഭഗവാനെ ഭജിക്കുകയാണ്. അപ്പൊ അവരും എന്താണ്? സുകൃതിയാണ്. ആർത്തോ ജിജ്ഞാസു, അർത്ഥാർത്ഥി എന്ന് മറ്റൊരു ഗ്രൂപ്പ്. ഏറ്റവും കൂടുതലുള്ള മെജോറിറ്റി ഗ്രൂപ്പ് ഇവരാണ്. എന്താണ്? അർത്ഥാർത്ഥി. അർത്ഥത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാര്. എന്താ അർത്ഥം? ധനം ആവശ്യമുള്ള ആൾക്കാര്. അവരും എന്റെ അടുത്ത് തന്നെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാനെ തന്നെ ഭജിക്കുന്നുണ്ടെങ്കിൽ അവരും എന്താണ്? സുകൃതിയാണ്. ആദ്യം പറഞ്ഞു ചതുർവിധ ഭജന്തേ മാം ജന സുകൃതിനോ അർജുന. 4ാമത്തെ ആൾക്കാരാരാ? ജ്ഞാനി. അറിയാനാഗ്രഹിക്കുന്ന ശരിക്ക് ജ്ഞാനി എന്ന് വെച്ചാൽ പൊതുവെ ബ്രഹ്മജ്ഞാനി എന്നൊക്കെ പറയില്ലേ? അറിയാൻ ആഗ്രഹിക്കുന്ന, അവരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന 3 തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന പരമസത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന 3 കോളേജുകളുണ്ട്. അതൊക്കെയത് ബ്രഹ്മേദി, പരമാത്മേദി, ഭഗവാനിധി. 3 തരത്തിലാണ് അറിയുന്നത്. ഒന്ന് ബ്രഹ്മമാണോ പരമസത്യം, പരമാത്മാവാണ് ബ്രഹ്മസത്യം എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. ഭഗവാനിധി, ഭഗവാനാണ് പരമസത്യം എന്ന് മനസ്സിലാക്കുന്ന 1 ആൾക്കാർ. ഈ ഊഹാപോഹം, അതുപോലെ ജ്ഞാനം, സ്പെക്കുലേഷൻ പലതും പഠിച്ച് അതല്ല ഇതാണ്, ഇതല്ല, നെയ്റ്റി എന്ന് പറഞ്ഞു പഠിച്ചു വരുന്ന ചില ആൾക്കാർ ഇതാണ്. അവരാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ജ്ഞാനീച്ച ഭരതർഷഭ. ആരെ വിളിക്കുന്നത്? അർജുനോട്. ആരാ പറയുന്നത്? കൃഷ്ണൻ പറയുന്നു. അപ്പൊ കൃഷ്ണൻ പറയുന്നു, മാം എന്നെ ചതുർവിധ ഭജന്തേ, 4 തരത്തിലെ ആൾക്കാരെ ഭജിക്കുന്നു. ഈ 4 തരമായാലും അവര് സുകൃതികളാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തുണ്ടെങ്കിലും എന്ത് വേണം? നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്ത് വേണം? ഭഗവാനോട് ചോദിക്കണം നേരിട്ട്. അങ്ങനെയാണെങ്കിൽ അവർ സുകൃതികളാണ്. അതാണ് കാര്യം. ചതുർവിധ ഭജന്തേ മാം. ഇതില് ഭാഗവതം പറയുന്നുണ്ട്, അകാമ സർവകാമോ മോക്ഷകാമ ഉദാഹരണി തീരേണ ഭക്തിയോഗേന യജന്ത് തീരണ ഭക്തിയോഗേന പുരുഷം പരം യജന്തേ പുരുഷം പരം. പുരുഷം പരമായിട്ടുള്ള ആളാരാണ്? പരമപുരുഷൻ ആരാണ്? അല്ലേ? നമ്മളെപ്പോഴും പറയില്ലേ പരമജീവോത്ത പുരുഷൻ, അല്ലേ? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പരമജീവോത്ത പുരുഷൻ, സുപ്രീം ട്രൂത്ത്, പരമസത്യം. എല്ലാം ആരാണ്? അതല്ലേ ഇതിലെ അർജുനൻ പറയുന്നത്. എല്ലാം മനസ്സിലാക്കിയ നേരത്തെ അർജുനൻ പറയുന്നുണ്ട്,
പരംബ്രഹ്മ, നീ പരമമായിട്ടുള്ള ബ്രഹ്മ, പരംബ്രഹ്മ. പരംബ്രഹ്മ ആരാണ് ശരിക്കും? നമ്മളൊക്കെ ബ്രഹ്മാണ്, പക്ഷെ പറഞ്ഞിട്ട് കഴിയില്ലേ. നമ്മളെന്താ ഭഗവാന്റെ ഒരു ചെറിയൊരു അംശം, 10% പറയും. അപ്പൊ പരമം ആരാണ്? പരമായിട്ടുള്ള ബ്രഹ്മം ആരാണ്? ഭഗവാനാണ്. പരംബ്രഹ്മ, പരംധാമ, ധാമ, എബോഡ്. പരമമായിട്ടുള്ള എബോഡ് ആരാണ്? ധാമം ആരാണ്? ഭഗവാൻ തന്നെ. അർജുനൻ പറയുന്നു വളരെ ക്ലിയറായിട്ട്, പരംബ്രഹ്മ, പരംധാമ, പവിത്രം. ഏറ്റവും പവിത്രമായിട്ടുള്ളത് ആരാണ് ശരിക്കും? ഭഗവാൻ. പരംബ്രഹ്മ, പരംധാമ, പവിത്രം, പരമം, സുപ്രീം ആരാണ്? ഭഗവാൻ. അങ്ങനെ അതാണ് കാര്യം. അപ്പൊ അങ്ങനെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഭജിക്കുന്നു എന്നുള്ളതാണ്. അത് അർജുനൻ മാത്രം പറയുന്നതാണോ ഇത്? അല്ല. പരംബ്രഹ്മ, പരംധാമ, പവിത്രം, പരമം, ഭവാൻ, പുരുഷം ശാശ്വതം. അതുമാത്രമല്ല, നീയാണ് ശരിയായുള്ള എൻജോയർ. ശരിയായുള്ള പുരുഷന്മാരാണ്? കൃഷ്ണനാണ്. പുരുഷം ശാശ്വതം. ശാശ്വതമായിട്ടുള്ള ആൾ ആരാണ്? എറ്റേണലായിട്ടുള്ള ആളാണ് ആര്? പുരുഷം ശാശ്വതം, ദിവ്യം, ആദിദേവം. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അതിനും പറയണം. ആദിദേവം. നീയാണ് ആദ്യത്തെ ദേവം, ഫസ്റ്റ് ആദിദേവം. വെറും ദേവം ഇതല്ല, ആദിദേവം. പുരുഷൻ ശാശ്വതം, ദിവ്യം, ആദിദേവം, അജം. നീ അജമാണ്, അത് ജനിക്കാത്ത ആളാണെന്ന് അർത്ഥം. ഒരിക്കലും ജനിച്ചിട്ടില്ല. അതാണ് ആര് പറയുന്നു? അർജുനന് ശരിക്കും കാര്യം മനസ്സിലായപ്പോൾ ആദ്യം പറയുന്നതാണ് ആദിദേവം, അജം, ദിവ്യം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല എന്ന് അർജുനൻ പറയുന്നു. അഹസ്തോ ഋഷിയ സർവേ, എല്ലാ ഋഷികളും തന്നെ പറഞ്ഞിരിക്കുന്നു. ദേവർഷി നാരദസ്തത അസിതോ ദേവനോ വ്യാസ സ്വയം ജൈവ പ്രവിശ്യമേ പറയുന്നു. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, എല്ലാ ഋഷിമാരും ദേവർഷി നാരദ, ദേവർഷിയായിട്ടില്ല നാരദന് കൂടി പറയുന്നു. അസിതോ ദേവനോ വ്യാസ, അതായത് ആരെ? വ്യാസമഹർഷി പോലുള്ള ആൾക്കാരെ. അസിതോ ദേവനോ വ്യാസ. അത് മാത്രമല്ല, പിന്നെ സ്വയം പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആരെങ്കിലും ഒരാൾ പറയല്ല, ടോട്ടലി ഇത് എല്ലാവരാലും പ്രധാനപ്പെട്ട എല്ലാവരാലും പറയപ്പെട്ട കാര്യമാണിത്. എന്ത്? ഭഗവാനാണ്. അപ്പൊ ഭഗവാന് നമ്മൾ എന്ത് കാര്യത്തിനായാലും ഭഗവാനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ എന്താണ്? ശ്രുതികളാണ്. അല്ലെങ്കിലോ ദുഷ്കൃതിയാണ്. അല്ലെങ്കിൽ അതാണ് കാര്യം. ദുഷ്കൃതികൾ എന്താ അതിൽ പറയുന്നില്ല. നമാ ദുഷ്കൃതിനോ മൂഢ അത് പറയുന്നു. മൂഢന്മാരായിട്ടുള്ള ആൾക്കാര്, ദുഷ്കൃതികളായിട്ടുള്ള ആൾക്കാര്. അതിന് യശഭഗവാൻ ഇത് പറയുന്നു. നമാ ദുഷ്കൃതിനോ മൂഢ പ്രപദന്തേ നരാധമ നമാം പ്രപദന്തേ. എന്റെ അടുത്തേക്ക് വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് വരിക എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദന്തേ നരാധമ. നരന്മാരിലെ അധമന്മാരായിട്ടുള്ള ആൾക്കാര് ഇല്ലേ? നരാധമ. ഭഗവാൻ വളരെ കറക്റ്റായിട്ട് പറയും. നരാധമന്മാരെന്താവര്? ആര്? എന്റെ അടുത്തേക്ക് വരാത്ത ആൾക്കാരെന്ന് അർത്ഥം. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദന്തേ നരാധമ. എന്തുകൊണ്ട് വരുന്നില്ല? മായ അമൃതജ്ഞാന. മായ കൊണ്ട് അവരുടെ ജ്ഞാനം നഷ്ടപ്പെട്ടു. അതാണ് കാര്യം. ഇപ്പൊ ഭഗവാൻ അടുത്തേക്ക് വരാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഇല്ലേ? ദുഷ്കൃതികളാണ്, ജ്ഞാനമില്ലാത്തവരാണ്. അതാ പറഞ്ഞു മായ അമൃതജ്ഞാന. പിന്നെന്താണ്? ആസുരം ഭാവമാസുര. അങ്ങനെ ഭഗവാൻ പറയുന്നത്. അവരെന്താണ്? അസുരന്മാരാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അസുരന്മാരെന്ന് വെച്ചാൽ കുമ്പുള്ള ആൾക്കാരിലാന്ന് പറഞ്ഞില്ലേ? അല്ലേ? അങ്ങനെയാണ് കുമ്പും അല്ലെങ്കിൽ സ്പെഷ്യൽ നടക്കുന്ന ആൾക്കാരല്ല അസുരന്മാര്. അസുരന്മാരെന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അതാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. നമാം ദുഷ്കൃതിനോ മൂഢ. മൂഢെന്നും പറയുന്നു. മനസ്സിലായില്ലേ? പ്രവാദത്തിലും പറയില്ലേ? റാസ്കൽസ് എന്ന് പറയില്ലേ? ഭഗവാനെ നേരിട്ട് പറയുന്നുണ്ട് മൂഢ. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദന്തേ നരാധമ മായ അമൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ഏത് ഭാവമാണോ അവർക്കുള്ളത്? അവരെ ആശ്രയിച്ചിരിക്കുന്നത് ഒരു അസുരന്മാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ചതുർവിധാപജന്റെ മാം ജന സുഹൃതിനോ അർജുന. അർജുന 4 തരത്തിലുള്ള ആൾക്കാര് അവര് സുഹൃതികളാണ്. എങ്ങനെ? എന്തൊക്കെയാണ്? ആർട്ടോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി ആണ് ജ്ഞാനി. ഈ 4 ആൾക്കാരും എന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതായത് ചതുർത്ഥ ഭജന്റെ മാം വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്നെ ഭജിക്കുന്നു അവര്. എന്തിനു വേണ്ടി? ആർത്തന്മാരാണ്. അവർക്ക് മാറണം, ആ ദീനത മാറണം അവർക്ക്. അതിനുവേണ്ടി അവരെന്നെ പ്രാർത്ഥിക്കുന്നു. ആർത്തോ ജിജ്ഞാസു ആയാലും ശരി,
അർത്ഥാർത്ഥിയായാലും ശരി ജ്ഞാനിയായാലും ശരി അവരെന്നെ ഭജിക്കുമ്പോൾ എന്താ കാര്യം ഉണ്ടാവുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ആ അർത്ഥാർത്ഥികൾ മാറ്റി ഭഗവാൻ മാറ്റും. അതാണ് എന്റെ കാര്യം. ഭഗവാനെയാണ് നമ്മൾ ഭജിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പതുക്കെ നമുക്ക് ചാൻസ് വരും. എങ്ങനെ ചാൻസ് വരും? എന്താ ചാൻസ്? ഏറ്റവും വലിയ ചാൻസ് എന്താ നമുക്ക് കിട്ടേണ്ടത് മാറാനായിട്ട്? നല്ലൊരു ഡ്യൂട്ടി അസോസിയേഷൻ കിട്ടുന്നു. കാരണം ഒരു കാര്യം വേറൊന്നുമില്ല. അത് പ്രഭാതിനി ഇതില് ഭാവാർത്ഥം പറയുന്നത് നോക്കാം. ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരായ മനുഷ്യരുണ്ട്. ഇവരെ സുഹൃതികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ശാസ്ത്ര അനുസൃതമായിട്ട് നടക്കുന്ന ആൾക്കാരെ ആരാണ്? സുഹൃതികൾ. പക്ഷെ നമുക്ക് ഒരു പോയിന്റ് നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അതായത് ധർമ്മശാസ്ത്രങ്ങളൊക്കെ നമ്മൾ എന്ത് പറയുന്നു അതനുസരിച്ച് നടക്കുന്ന ആൾക്കാർ സുഹൃതികളാണ്. പക്ഷേ കണ്ടോ അവിടെ എന്താ ഭഗവാൻ പറഞ്ഞത്? സർവധർമ്മമാണ് പരിത്യജ, അല്ലെ? ധർമ്മമൊക്കെയാണ്. പക്ഷെ ഇവിടെ ശരിயான ധർമ്മം എന്താണ്? ഭഗവാനെ ഭജിക്കലാണ്. പക്ഷെ ഇവര് സുഹൃതികളാണ്. ഒരിക്കലും പറയാൻ പാടില്ല അവര് ദുഷ്കൃതികളാണ്. അവര് എന്താണ്? സുഹൃതികളാണ്. കാരണം അവര് ധർമ്മം അനുസരിച്ചുള്ള വിധികൾ പാലിക്കുന്നവരാണ് അവര്. ഇവരെ സുഹൃതികൾ എന്ന് വിളിക്കുന്നു. ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇക്കൂട്ടർ പ്രായണ ഭഗവത് ഭക്തരാണ്. ഇവരിലുണ്ട് 4 വിഭാഗങ്ങൾ. അതാണ് ഇപ്പൊ പറഞ്ഞത്. ദുഃഖിതര്, അർത്ഥാർത്ഥി, ജിജ്ഞാസു, പിന്നെ പരമസത്യത്തെ അന്വേഷിക്കുന്നവർ. പക്ഷേ ശുദ്ധഭക്തന്മാരല്ല ഇവർ. അതിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇവർ അന്വേഷിക്കുന്നുണ്ട്, ഭഗവാനടുത്ത് വരുന്നുണ്ട്. പക്ഷെ അവർ ആരല്ല? ശുദ്ധഭക്തന്മാരല്ല. കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ശുദ്ധഭക്തന്മാരെ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. ആണ് കാര്യം. മനസ്സിലായില്ലേ? ഭാഗവതനെ പറയുന്നു, അതുപോലെ ഇതിലും ഭഗവാൻ പറയുന്നു, ഇങ്ങനെയൊരു ശ്രുതികളാണ് എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, എന്നെ തന്നെ ഭജിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അത് മദ്ഗുണാനുശ്രുതി മാത്രേണ. ഇതാണ് ഭാഗവതത്തിൽ പറയുന്നത്. ശുദ്ധഭക്തന്മാരായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവര്? മദ്ഗുണാനുശ്രുതി മാത്രേണ മയി സർവഗുഹാശേ. എന്റെ ആ ഗുണം കേൾക്കുന്ന സമയത്ത് അവരെന്തുണ്ടാവുന്നു? മദ്ഗതി. എന്റെ അടുത്തേക്ക് അവരെ ഗതി എന്റെ അടുത്തേക്ക് വരുന്നു. മദ്ഗുണാനുശ്രുതി മാത്രേണ മയി സർവഗുഹാശയെ മനോഗതി അഭിഛിന്നായ യഥാ ഗംഗാംബസാമ്പതോ. മനോഗതി അഭിഛിന്നായ, മനസ്സിന്റെ ഗതി വേറെ സ്ഥലത്തേയും വിടുന്നില്ല. എങ്ങനെ ഗംഗ കടലിലേക്ക് ഒഴുകുന്നു അതുപോലെ സ്ട്രെയിറ്റ് അവരുടെ ഗതി അടയ്ക്കാൻ വരുന്നു ഭഗവാനുണ്ടെങ്കിൽ. അതാണ് ശരിയുള്ള ശുദ്ധഭക്തന്മാര്. മദ്ഗുണാനുശ്രുതി മാത്രേണ മയി സർവഗുഹാശയെ മനോഗതി അഭിഛിന്നായ യഥാ ഗംഗാംബസാമ്പതോ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഉദാഹരണം. ഇതാണ് ശരി ഭക്തിയോഗത്തിന്റെ ശരിയായ നിർഗുണം. നിർഗുണം എന്ന് വെച്ചാൽ എന്താ? ഗുണമില്ലാന്നാണോ? ശുദ്ധസത്വത്തിൽ വരുമെന്ന് അർത്ഥം. അതാണ് കാര്യം. അവരെ മെറ്റീരിയലായിട്ടുള്ള ഗുണങ്ങളൊന്നും അവർക്കില്ല എന്നർത്ഥം. അതാണ് നിർഗുണം എന്ന് വെച്ചാൽ. അതാണ് അങ്ങനെയുള്ള ആൾക്കാര് അഹൈത്വയ്ക്ക് അവ്യഹത യാ ഭക്തി പുരുഷോത്തമേ. അഹൈത്വയ്ക്ക് ഒരു കാര്യൂപേകത്വമേവ ദീയമാനാന ഗ്രഹണന്റെ വിനാമസേവനം ജനം. അതാണ് കപില മഹർഷി പറയുന്നത്. ശരിക്കും ഭഗവാൻ ഡയറക്റ്റ് പറയുന്നത്. സാലോക്യ, അതായത് ഭഗവാൻ വൈകുണ്ഠത്തില് വേണമെന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവില്ല. സാലോക്യ സാഷ്ടി, എല്ലാവിധ ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്ന അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരിക്കില്ല. സാലോക്യ സാഷ്ടി സാമീപ്യം. ഭഗവാന്റെ അടുത്ത് ചെന്ന് എനിക്ക് കളിക്കണം, ഭഗവാന്റെ കൂടെ നമുക്ക് കൂടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അതാണ്. അതായത് അവര് യാതൊരു അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല. സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യം. ഭഗവാൻ അതേ രൂപം. നമുക്ക് പറയാം വൈകുണ്ഠവാസികളെല്ലാം എന്താണ്? ശരിക്ക് വിഷ്ണു രൂപത്തിലാണ് എല്ലാവരും, അല്ലേ? എല്ലാവരും ഇതിന്റെ ചതുർഭുജത്തിലാണ് ഇവിടെ. കണ്ടില്ലേ? ആ പാർഷദന്മാർക്ക് എങ്ങനെയാ വരുന്നത്? ഏത് രൂപത്തിലാണ് നമ്മളെ ജയവിജയന്മാരെയൊക്കെ അവിടെ കാണുന്നത്? എങ്ങനെയാ കാണുന്നത്? ശംഖചക്ര കഥാപത്മയായിട്ടവരെ കാണുന്നത് ഭഗവാനാണ്. പക്ഷെ ഭഗവാനുള്ള ഡിഫറൻസ് എന്താ? കൗസ്തുഭുണ്ട്, ശ്രീയുണ്ട്. ഈ രണ്ടും ഭഗവാന് മാത്രമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ശ്രീവത്സം, അതുപോലെ കൗസ്തുവും ഭഗവാന് മാത്രമാണ്. മറ്റാൾക്കാരൊക്കെ അപ്പോ അങ്ങനെയുള്ള ആ അതേ രൂപം വേണമെന്ന് ആവശ്യമില്ല എന്നർത്ഥം. സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യം വേണമെന്നില്ല. അതേ രൂപത്തിൽ വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല അത്ര ആൾക്കാർക്ക് എന്നുള്ളതാണ്. എത്ര ആൾക്കാർക്ക്? ശുദ്ധഭക്തന്മാർക്ക് സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യം ഏകത്വമേവ. അതായത് ഭഗവാനിൽ ലയിക്കുന്ന, ബ്രഹ്മനിൽ ജയിക്കുന്ന ആ ടൈപ്പ് ഏകത്വം.
അവർ ദീയമാനാന ഗേണന്റെ വിനാമത് സേവനത്തിനോ അതാണ്. ഞാനത് കൊടുത്താലും അവർ വാങ്ങില്ല. വിശുദ്ധഭക്തന്മാര് അവര് ഞാനത് കൊടുത്താലും വാങ്ങില്ല. അവരെന്താ ആഗ്രഹിക്കുന്നത്? വിനാമത് സേവനം. എന്റെ സേവനം, എന്റെ സേവ അവിടെ കിട്ടുന്നു, അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ആണ് കാര്യം. അങ്ങനെയാണത്. കാരണം അത് ശുദ്ധഭക്തന്മാരെ ഇവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ശരിക്കും. നിങ്ങൾ എന്തായാലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഭഗവാനെ തന്നെ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് അത് മനസ്സിലായില്ലേ? സ്റ്റെപ്പിൽ പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഇത് എന്ത് കിട്ടിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലോ എന്ന് പിന്നെ മനസ്സിലാവും. അതാണ് അവിടേക്കാണ് ആ പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുക. എന്ത് കിട്ടിയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല, എന്ത് കിട്ടിയിട്ട് നമ്മുടെ പ്രയാസമായിട്ട് നിൽക്കുന്നു. അപ്പൊ എന്താ കാര്യം? അതിന്റെ അർത്ഥം കിട്ടുന്നതിൽ നമ്മുടെ സന്തോഷം വരുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നതിൽ സന്തോഷമൊന്നുമില്ല. പിന്നെ കിട്ടാതിരിക്കലാണോ സന്തോഷം? അതുമല്ല. പിന്നെന്താ? ആഗ്രഹിക്കാതിരിക്കല്, അതാണ് സന്തോഷം. കിട്ടുന്നോ കിട്ടാതിരിക്കുന്നോ അല്ല. എന്താ വേണ്ടത്? നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളായി. അതാണ് കാര്യം. നമ്മള് ഭൗതിക ജീവിയല്ല. നമ്മൾ ആണോ? ഭൗതിക ശരീരത്തിന് നമ്മൾ ഭൗതിക ജീവിയല്ല. അപ്പൊ നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആവശ്യമില്ലാത്ത നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. അതെന്ത് ശരിയാണ്? എന്താ വെച്ചാൽ ആവശ്യം ഉണ്ടാകാതിരിക്കലല്ല. എന്താണ് കാര്യം? ആവശ്യം ശുദ്ധീകരിക്കണം. അതിന്റെ കാര്യം എന്താ? ആവശ്യം ശുദ്ധീകരിക്കുക. ആവശ്യം ശുദ്ധീകരിക്കുന്നത് എല്ലാം കൃഷ്ണ കോൺസിലാക്കുക, കൃഷ്ണാബോധത്തിലാക്കുക എന്നുള്ളതല്ല. എങ്ങനെയാ ആവശ്യം കൃഷ്ണാബോധത്തിലാക്കുക? ഭക്ഷണം കഴിക്കുന്നു, അത് കൃഷ്ണാബോധത്തിലാക്കുക. എങ്ങനെയത്? ഫാസ്റ്റ് നമുക്ക് നന്നായി കഴിച്ചൂടെ? ഭഗവാൻ ഓഫർ ചെയ്തിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ്, വളരെ സന്തോഷം അല്ലേ? അത് നമ്മൾ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടോ? പ്രഭുപാദ് ചോദിക്കുന്നുണ്ടല്ലോ വളരെ കറക്റ്റായിട്ട്. എന്താ കൃഷ്ണാബോധം എന്തത്ര പ്രയാസം? യാതൊരു പ്രയാസമില്ല. ധാരാളം ഭക്ഷണം കഴിക്കുന്നു, ധാരാളം പാടുന്നു, ധാരാളം ഡാൻസ് ചെയ്യുന്നു. ഇല്ലെന്താ പ്രയാസം? ഇല്ലേ? സിംഗ് ആൻഡ് ഡാൻസ്, ഈറ്റ്. ഇതിലെന്താ പ്രയാസം? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താക്കണം? കൃഷ്ണാബോധം നൽകണം. ഇത് തന്നെ ഇപ്പൊ ഞാൻ ഇതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മൈക്രോഫോൺ. ഈ മൈക്രോഫോൺ നമ്മൾ എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു? ഭഗവാന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അത് സ്പിരിച്വലായി. ഇത് തന്നെ പുറത്തു പോയി ജയ് പറയുമ്പോഴോ അവസാനം എന്തായി? മറ്റാൾക്കാരെ കുറ്റം പറയാനും അങ്ങനെ ധാരാളം അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും ചെയ്യാതെ? അത് തന്നെ മെറ്റീരിയലായി. സെയിം സാധനം. ഇപ്പൊ നമ്മള് പ്രൊപ്പോസൽ നല്ലൊരു എക്സാമ്പിൾ തരുന്നുണ്ട്. പവർ സപ്ലൈ, ഇലക്ട്രിസിറ്റി കണക്ഷൻ. നമ്മൾ ഫ്രിഡ്ജ് AC കൊടുത്തു കഴിഞ്ഞാൽ എന്താവുന്നു? റൂം തണുക്കുന്നു. അതേ കണക്ഷൻ നമ്മൾ ഹീറ്ററിന് കൊടുത്താൽ എന്താവുന്നു? റൂം പവറൊക്കെ ഒന്നും തന്നെയല്ലേ? പക്ഷെ എന്താ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂൺ മാറ്റണം നടത്തണം. ആ ട്യൂൺ മാറ്റി കഴിഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് പ്രവർത്തിക്കാം. അപ്പൊ നമ്മുടെ ട്യൂൺ എന്തായിരിക്കണം? കൃഷ്ണാവബോധം ഇല്ലേ? കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാം പ്രവർത്തിക്കാം. എങ്ങനെ പ്രവർത്തിക്കാം? ഭഗവാനോട് പ്രവർത്തിക്കാൻ നടത്തും. നിങ്ങൾ ഡാൻസ് ചെയ്യൂ, ഡാൻസ് ചെയ്യാൻ ഭഗവാനോട് ഡാൻസ് ചെയ്യും ഇല്ലേ? നമ്മള് ഡിവോട്ടികളൊക്കെ കൂടി ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നു, ഭഗവാനോട് ഡാൻസ് ചെയ്യുന്നു. ആ ഡാൻസ് എന്താണ്? കൃഷ്ണ കോൺഷ്യസ് ഡാൻസ് അല്ലെ? കൃഷ്ണാബോധ ഡാൻസ്. അത് തന്നെ ഡിസ്കോയിൽ പോയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താ? കൃഷ്ണ കോൺഷ്യസ് ആണ് അത്. അത് മതിയായി. അതെന്ത് ചെയ്യുന്നു? അത് പിടിച്ചു കിട്ടുന്നു. ഇതോ കെട്ടഴിക്കുന്നു. രണ്ട് വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഡാൻസ് ചെയ്യുന്നു, അവരും ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളും സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരും സംസാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ എന്താവുന്നു? നമ്മുടെ കെട്ടഴിയുന്നു. നമ്മൾ ഭഗവാനായിട്ട് ബന്ധമുള്ളത്. ഭഗവത് കഥകൾ പറയുന്നു. അവർ പറയുമ്പോൾ മുഴുവൻ എന്തായിരിക്കും? കെട്ടുകളായിരിക്കും. ആരെങ്കിലും പറ്റും കുറ്റം പറയുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അവസാനം അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും. ശരി, വളരെ പ്രയാസം ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമുക്ക് ആൻസർ പറയും. നമ്മൾ ആരെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു അതൊക്കെ നമുക്ക് ആൻസറബിൾ ആണ്. ലാസ്റ്റ് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് എല്ലാം ചെയ്യിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പതി സ്വാഭിപക്ഷ്യമാണ് ആർത്തോഹം സ്വാനുസ്മരം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള പട്ടികളെ കൊണ്ട് നമ്മൾ കടിപ്പിച്ചിട്ട് വേദന സഹിക്കാൻ പറ്റില്ല. ഭയങ്കര വേദനയായിരിക്കും. ആർത്തോ എന്നിട്ട് ഭയങ്കര പ്രയാസം. ഇപ്പൊ പറഞ്ഞില്ലേ, വളരെ വിഷമിക്കുകയാണ്. അഖം ആർത്തോകം അനുസ്മരൻ. അപ്പൊ എന്തുണ്ടാവും? നമുക്ക് അനുസ്മരിച്ച് തരും, ഓർത്ത് തരും. ഇതിനാണ് ഇപ്പൊ കടിക്കുന്നത്. അപ്പൊ മനസ്സിലാവും. മനസ്സിലായില്ലേ? അവിടെയാണ് ആളെ പറ്റി പറഞ്ഞു, ഇയാളെ പറ്റി പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാവിധ കാര്യങ്ങളും അവിടെ പറയും. അങ്ങനെയാണ്. ആരും പ്രയാസമില്ല, നമുക്ക് എല്ലാം ഓർത്ത് തരും. ഇത് എന്തുണ്ടാവും? നമ്മൾ എന്താ ചെയ്യുന്നപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും
നമ്മൾ മറ്റൊരാൾക്കാരെ ഉപദ്രവിക്കുന്നു, സംസാരിക്കുന്നതൊക്കെ എന്താകുന്നു, നമ്മള് പിടിച്ചു കിട്ടുന്നു എന്നർത്ഥം. അതാണ് എന്തിനു വേണ്ടി സംസാരിക്കുന്നത്. നമ്മള് മറ്റാൾക്കാരെ കുറിച്ച് നമ്മൾ എന്തിനു വേണ്ടി സംസാരിക്കുന്നു? മാനസികമായിട്ട് നമുക്ക് സുഖം കിട്ടാനല്ലേ. എന്തുകൊണ്ട് സംസാരിക്കുന്നു? നമ്മൾ സംസാരിക്കാൻ മറ്റാളെ പറ്റി മോശം പറയുന്നു, അവരെ പറയുന്നതിന് വേണ്ടിയാണ് മാനസികമായിട്ട്. നമ്മൾ ഭഗവാനെ കുറിച്ച് കഥ പറയുന്നത് എന്തിനാണ്? സന്തോഷം, മനസ്സിന് സന്തോഷം, രണ്ടും സന്തോഷം തന്നെ ഉണ്ടാകുന്നു. പക്ഷെ ഒരു സന്തോഷം ഇവിടെ പിടിച്ചു കിട്ടുന്നു, മറ്റു സന്തോഷം എന്താകുന്നു, റിലീസ് ചെയ്യുന്നു. രണ്ടും സന്തോഷം ഉണ്ടാകുന്നു. പക്ഷെ ആ സന്തോഷം ഭൗതിക സന്തോഷമാണ്. ഇത് ആത്മീയ സന്തോഷം അനുസരിച്ച് ഭഗവാനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? പിടിച്ചു കെട്ടും ഭഗവാൻ. അതെങ്ങനെയാണ്? ഭഗവാനോട് കുട്ടി കെട്ടും, അതാണ് ഉണ്ടാകുന്നത് ആ കെട്ട്. പക്ഷെ മറ്റേ കെട്ട് എന്താണ്? ഈ പറഞ്ഞ പോലെ പോകുന്ന സമയത്ത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏറ്റവും. പക്ഷെ ആരും അത് ഓർക്കുന്നില്ല. ഈ നവാം ദുഷ്കിനോ മൂഢാന്ന് പറയുമ്പോൾ മൂഢന്മാർക്ക് ഓർമ്മ വരുന്നില്ല. എന്താ സംഭവിക്കുന്നവർക്ക്, ജീവിതം എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. അതാണ് കാര്യം. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. എന്തിനാണ് നമുക്ക് ദേഹം എന്നുള്ളവർക്ക് അറിയുന്നില്ല. നായം ദേഹോ, ഹരേ കൃഷ്ണ. ദേഹമാജാന്നുള്ളതൊക്കെ കഷ്ടാൻ കാമാൻ അറിയത് വിഭുജായ തപോ ദിവ്യം പുത്രകായേന സത്യം ശുദ്ധേ തസ്മാത് ബ്രഹ്മസൗഖ്യം അനന്തം. അതിൽ ബ്രഹ്മസൗഖ്യം, അനന്തമായിട്ടുള്ള ബ്രഹ്മസൗഖ്യം നമുക്ക് കിട്ടും. എങ്ങനെയാണത്? നായം ദേഹം. ഈ ദേഹം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഭാഗവത്തില്. നായം ദേഹോ ദേഹബാധ എന്നുള്ളതൊക്കെ ഇവിടെ നമ്മള് നമ്മുടെ ദേഹസുഖത്തിന് വേണ്ടി നടക്കരുത്. ഇവിടെ നടത്തുന്നത് കഷ്ടാൻ കാമാൻ അറിയത്. കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും എന്താ ചെയ്യുന്നത്? ശരിക്കും അങ്ങനെ കഷ്ടപ്പെടാനല്ല ഇതെന്നത്. അത് വിഡ്ഭുജ പന്നികൾക്ക്, അമേദ്യം കഴിക്കുന്ന പന്നികൾക്കും ആ സുഖമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുഖങ്ങള് അവിടെ ഉണ്ടായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ആ സുഖത്തിന് വേണ്ടിയല്ല നിങ്ങൾക്ക് ഈ ശരീരം തന്നുള്ളത്. ഈ ശരീരം കിട്ടിയത് ന്യായം ദേഹോ ദേഹബാധ എന്നുള്ളതൊക്കെ ഈ ദേഹം കിട്ടിയത് അതല്ല. ഈ ദേഹം കിട്ടിയത് എന്തിനാണ്? തപോ ദിവ്യം, തപസ് ചെയ്ത് ദിവ്യമായ തപോ ദിവ്യം പുത്രക ഏന സത്വം. ഇതില് പുത്രന്മാരെ ഭരതഭാഷയെ കിട്ടുന്ന അഡ്വൈസാണ് ഋഷഭദേവ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഭരതഭാഷ മാത്രമല്ല മറ്റുള്ള എല്ലാ മക്കളിൽ നിന്നും കേൾക്കുന്ന അവരോട് പറഞ്ഞു പുത്രക തപോ ദിവ്യം, ദിവ്യമായ തപസ്സീയും തപോ ദിവ്യം പുത്രക ഏന സത്വം ശുദ്ധേ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ നിലനിൽപ്പ് ശുദ്ധീകരിക്കപ്പെടും. ഇപ്പൊ നമ്മൾ ശുദ്ധീകരിച്ചതാണോ? അല്ല. എന്താ കാര്യം? ധാരാളം ഭൗതികത നമ്മുടെ ഇതിലുണ്ട്. നമുക്ക് വളരെ ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെയാണ് ശുദ്ധേ ദസ്മ എന്തുണ്ടാവുന്ന അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് പരമമായിട്ടുള്ള ആനന്ദം കിട്ടുന്നുണ്ട്. ബ്രഹ്മസൗഖ്യം അനന്തം. അതാണ് കാര്യം. നിങ്ങൾ ആവശ്യമില്ലാത്ത ഈ സിമ്പിളായിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള ഇതിന്റെ ഇത്തരം കാര്യങ്ങൾ പോകുന്നു. പക്ഷെ വളരെ കാര്യമായി നമുക്ക് നഷ്ടപ്പെടുന്നു. സ്വന്തം സമീപേ രമണം രതിപ്രം ഭാഗത്തിൽ പറയുന്നത് വളരെ ബെസ്റ്റ് ശ്ലോകാസനല്ലേ. എന്റെ കൂടെ തന്നെ. പക്ഷെ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല രമണം രതിപ്രം. വളരെ സന്തോഷത്തിലുള്ള കാര്യം എന്റെ കൂടെ തന്നെ. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല. ഞാൻ പോയത് തുച്ഛമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പോയി എന്നുള്ളതാണ്. അതാണ് കാര്യം. അങ്ങനെയാണ്. അപ്പൊ ശരിയായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഈ ദേഹം നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയാണ്. ഇപ്പോഴത്തെ തപസ് എന്താ? ഇപ്പോഴും നമ്മൾ തപസ് ചെയ്യണം. എന്താ തപസ്? ഏതാ തപസ്? ഇപ്പോഴത്തെ തപസ് ഏതാണ്? നാമസങ്കീർത്തനം, നാമജപം. ഇതാണ് തപസ് ഇപ്പോൾ ചെയ്യുന്നത്. തപോ ദിവ്യം പുത്ര ഏന സത്വം ശുദ്ധേ. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവുന്നു? നിങ്ങളുടെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് ശുദ്ധീകരിക്കപ്പെടുന്നു. ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ എന്താ? ഞാൻ സത്വം ശുദ്ധേ തസ്മാത് ബ്രഹ്മസൗഖ്യം അനന്തം. സുഖം, പരമസൗഖ്യം ആണ് കിട്ടുന്നത്. നമ്മുടെ ഗുരുമഹാരാജ് ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞു സമയത്ത് ഈ സുഖത്തിന്റെ കാര്യം പറയുന്നത്. ഇവിടെ നമുക്ക് സുഖം എന്താണെന്ന് അറിയുന്നില്ല. അതാണ് കാര്യം. മനസ്സിലായില്ലേ? പല ആൾക്കാരും സുഖത്തിന്റെ പൊസിഷൻ പല രീതിയിലെടുക്കുന്നത്. ഇപ്പൊ നല്ല പനി പിടിച്ച ഒരാൾക്ക് പനി മാറിയാൽ സുഖമായി അല്ലേ? അങ്ങനെയല്ലേ? വിശന്നിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുത്താലോ, വേറെ അറിഞ്ഞിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുത്താൽ സുഖമാണോ? അപ്പൊ ആ ഭക്ഷണത്തിലാണോ സുഖിക്കുന്നത്? ഇവിടെ സുഖം തന്നെ ഒന്നുമില്ല. ശരിക്കും സുഖത്തിന്റെ കാര്യം അറിയുന്നില്ല ആൾക്കാർക്ക് എന്താ സുഖം എന്നുള്ളത്. ഗുരുമഹാരാജ് പറയുന്നു പായസം കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. പായസം നല്ല സാധനം. പായസം മുഴുവൻ കല്ലാണ്. മുഴുവൻ കല്ല് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? പല്ലും കല്ലും കൂടിയാണ്. പക്ഷെ അങ്ങനെ പായസം അവിടെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും.
ഇവിടെ കഴിക്കുന്ന ആൾക്കാർ മുഴുവൻ കല്ല് മുഴുവൻ ഇട്ടുള്ള പായസം കഴിക്കുന്നത്. കഴിക്കുമ്പോഴേക്ക് അപ്പൊ അവർ വിചാരിക്കും ഇതാണ് പായസം എന്നാണ്. മനസ്സിലായില്ലേ? കല്ലില്ലാത്ത പായസമുണ്ട്, നല്ല പായസമുണ്ട്, വരാൻ പറഞ്ഞാൽ വരില്ല. ആണ് കാര്യം. കാരണം ഇവര് ഈ കല്ലോടുള്ള പായസം കടിച്ച് കല്ല് കടിച്ച് അങ്ങനെ ഇതാണ് പായസം മനസ്സിലാക്കി. അതുപോലെ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. ഇവിടെ ഈ കാണുന്നതിന്റെ സുഖം അല്ലേ? നല്ല വീട് വയ്ക്കുക, നല്ല കാറ് വാങ്ങുക അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും പോവുക, അങ്ങനെ എല്ലാം കണ്ട് വിസിറ്റ് ചെയ്യുക, തിരിച്ചു വരിക ഇല്ലേ? വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ പിക്നിക്കിന് പോയി തിരിച്ച് വീട്ടിൽ നമ്മൾ എന്താ വിചാരം? എങ്ങനെയും കിടന്നാ പോയിന്ന്. അപ്പൊ അതുപോലെ കിടക്കാരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദിവസവും വീട്ടിലേക്ക് വൈകിട്ട് വന്ന് വിഷമിച്ച് കിടക്കേണ്ട കാര്യം മോർണിംഗിലേക്ക് കിടക്കാരുന്നില്ല. അപ്പൊ കിടക്കുന്നതിൽ സുഖമുണ്ടോ? ഉണ്ടോ? അങ്ങനെ മോർണിംഗിൽ ഈ സമയത്തും കിടന്നാൽ പോരെ. നിങ്ങൾ വിചാരിക്കുന്നത് സുഖമില്ലേ? സുഖമുള്ളതെന്ന് വെച്ചാൽ കൃഷ്ണാബോധം മാത്രമാണ്. അതാണ് പറയുന്നത്. തപോ ദിവ്യം പുത്രകായ എന്നെ സ്വന്തം ശിവതേജസ്മാ ബ്രഹ്മസൗഖ്യം വരുന്നു. അങ്ങനെയാണ് ബ്രഹ്മസൗഖ്യം വരും. എങ്ങനെയാണെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ. ഭഗവാൻ സന്തോഷിപ്പിക്കാൻ എന്തുണ്ടാവുന്നു? നമ്മളും സന്തോഷിക്കുന്നു. അതാണ് കാര്യം. യഥാ തരോർ മൂല നിശേചനേന തൃപ്യന്തി സ്കന്ധ ഭുജോപശാഖ പ്രാണോപാരാർത്ഥ സർവേന്ദ്രിയാണാം തദൈവ സർവാർഹണം അച്യുതേത്യ. അങ്ങനെയാണ് പറയുന്നത്. എങ്ങനെ? തരോർ മൂല നിശേചനേന, ഒരു മരത്തിന്റെ വേരിന് വെള്ളമൊഴിക്കുമ്പോൾ തൃപ്യന്തി തസ്കന്ധ ഭുജോപശാഖ, ആ മരത്തിന്റെ കൊമ്പുകൾക്കും ശാഖകൾക്കും ഇലകൾക്കും എല്ലാം സന്തോഷമായി ഇല്ലേ? അല്ലെങ്കിൽ വേറെ പോയിട്ട് വെള്ളമൊഴിക്കണം? വേരിൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി. അങ്ങനെയാണ്. വെള്ളമൊഴിക്കുമ്പോൾ എല്ലാം ഇതായി. പ്രാണോപഹാരാർത്ഥ സർവേന്ദ്രിയാണാം ഇല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിലേക്ക് പോകുന്നു അല്ലെ? എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സുഖമൊന്നുമില്ലേ? കൈന് മാത്രം വേറെ കഴിക്കണോ? കൊടുക്കണോ? കാലിന് വേറെ വേണോ? എല്ലാവർക്കും പോയി എല്ലാം അതെ. അതുപോലെ തദൈവ സർവാർഹണം അച്യുതേത്യം. അങ്ങനെയാണ്. അച്യുതനെ അതുപോലെ നിങ്ങൾ വിധിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും സന്തോഷമായിരുന്നു. അതും പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് പല ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. പല ആൾക്കാർക്കും അത് എന്തിന്റെ കുറവാണ്? ഈ പറഞ്ഞ ജ്ഞാനത്തിന്റെ കുറവാണ്. ഇത് പറഞ്ഞാൽ കേരളത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ ഒരു മരത്തിന്റെ വേരിൽ വെള്ളമൊഴിക്കും മരം മുഴുവൻ തൃപ്തിപ്പെടുന്നു. എങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം മുഴുവൻ തൃപ്തിപ്പെടുന്നു. അതുപോലെ അച്യുതനെ വധിക്കുകയാണെങ്കിൽ എല്ലാം സന്തോഷവും. അപ്പൊ അച്യുതന്റെ പാർട്ട് ആൻഡ് പാർസൽ എന്നാണ് അല്ലേ? നമ്മൾ ഭഗവാന്റെ പാട്ടല്ലേ? ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ പറയുന്നില്ല. എന്താണ് ഭഗവാൻ പറയുന്നത്? മമവംശ ജീവിതമൊക്കെ ജീവപദ സനാതനം, എന്റെ അംശമാണ് നിങ്ങളെന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അംശം സന്തോഷിക്കാതിരിക്കുമോ? മനസ്സിലായി? പോയിന്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഭഗവാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ നമ്മൾ എപ്പോഴും പറയില്ലേ? അപ്പോൾ എപ്പോഴും പാർട്ട് ആൻഡ് പാർസൽ ഒക്കെ ഏത് സമയത്തും പറയുന്നത് നമ്മളെല്ലാവരും എന്താണ്? ഭഗവാനത്തിന്റെ അംശമാണ് അല്ലേ? അപ്പൊ ഭഗവാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? മനസ്സിലാവും. അതാ പറഞ്ഞു. നമ്മൾ വയറിലേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിരലിനും കയ്യിനും കാലിനൊക്കെ വേറെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഭഗവാന്റെ ഫുൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് എന്റെ യൂണിവേഴ്സ് ഭഗവാന്റെ ബോഡിയാണ്. മനസ്സിലായില്ലേ? ഈവൻ ഭഗവാന്റെ അംശങ്ങൾ നമ്മളെല്ലാം. ഭഗവാൻ തന്നെ പറയും, നമ്മളല്ല. നമ്മൾ നിർബന്ധിച്ച് ഭഗവാനോട് പറയിപ്പിക്കുന്നല്ല. ഭഗവാൻ നമ്മളെ ഭഗവാന്റെ അംശം നമ്മളല്ല. ഭഗവാൻ തന്നെ പറയുന്നു മാമേവംശ, എന്റെ അംശം നിങ്ങൾ. മാമേവംശ ജീവിതമൊക്കെ ജീവഭൂതാ സനാതന മനഃസൃഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കഷ്ടത്തിൽ. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ മെറ്റീരിയൽ വേണ്ടി വന്ന് ഈ ബോഡി എടുത്തിട്ട് കഷ്ടപ്പെടുകയാണ് ഭഗവാൻ പറയുന്നു. അപ്പൊ ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സന്തോഷിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം സന്തോഷം. അപ്പൊ എങ്ങനെയാ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് നമുക്കറിയില്ല. നല്ല കാര്യം. നമ്മൾ സ്വന്തമായിട്ട് സന്തോഷിക്കാൻ നോക്കുന്നു. അതായത് മരത്തിന്റെ ഇലയിൽ പോയിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്നു. പക്ഷെ മരത്തിന് കിട്ടുന്നില്ല. ആ കാര്യം. അത് വേരിലാണെങ്കിൽ എല്ലാം കിട്ടുമായിരുന്നു. നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് അറിയുന്നില്ല. ആദ്യം നമ്മൾ അറിയേണ്ടത് അങ്ങനെയാണ്. നമ്മൾ എല്ലാവരും സന്തോഷത്തിന്റെ ബാക്കിലാണ്. എല്ലാവരും അതന്നെയാണ്. എല്ലാവരും അതെങ്ങനെ സന്തോഷിക്കുന്നത് ആർക്കും അറിയാം. സന്തോഷിക്കുന്നത് ഒരൊറ്റ സന്തോഷത്തിൽ മാത്രമല്ല. ഭഗവാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി? ഒട്ടോടി നമുക്ക് സന്തോഷമായി. അതോടെ നമ്മൾ എന്താവുന്നു? കണക്ട് ആകുന്നു. അപ്പൊ പിന്നെ ആ പതി ശ്വാവി പക്ഷിയുമാണോ ഒന്നും വരുന്നില്ല എന്നായിരുന്നു. പട്ടികളെ കൊണ്ട് കടിക്കുന്ന പ്രശ്നം വരുന്നില്ല. ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. എൻഡ് ഓഫ് ദി ലൈഫ് എന്ന് വെച്ചാൽ അതാ പ്രഭുപാദ് എപ്പോഴും പറയുന്നു. ആർട്ട് ഓഫ് ലിവിങ് അല്ല, ആർട്ട് ഓഫ്
ലീവിങ് പഠിക്കണം എന്ന് പറയുന്നത്. ആർട്ട് ഓഫ് ഡൈങ്, നമ്മൾ അധികം പറഞ്ഞു ആർട്ട് ഓഫ് ഡൈങ്, അതാണ് ഭഗവാൻ പറയുന്നത്. ആദ്യം ജന്മമൃത്യുജരാഗതി ദുഃഖദോഷാനുദർശനം, അത് കാണുമെന്ന് ഭഗവാൻ പറയുന്നു. വിഡ്ഢികളെ ഇത് കാണും എന്താ പറയുന്നത്. അത് ഭഗവാൻ വളരെ ഈ ലോകം ഉണ്ടാക്കിയപ്പോഴേ ബ്രഹ്മാവിനെ കൊണ്ട് പണിയിച്ചപ്പോൾ തന്നെ ഇതിന് പേരിട്ടു. നമ്മൾ പേരിടില്ലേ ഓരോ വീട് പണിത് കഴിഞ്ഞാല്, ഇല്ലേ? ശ്രീനിവാസ് ഇല്ലേ, അങ്ങനെ കൊടുക്കാറില്ലേ? കൃഷ്ണകൃപ, അങ്ങനെ പല പേരുകളും. ഭഗവാൻ ഈ യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്ത് പേരിടുന്നു പറയും? ദുഃഖാലയം. ഭഗവാൻ പറഞ്ഞാണ്, നമ്മൾ പറയുന്നല്ലത്. ഭഗവാൻ പറയുന്നത് മാമുവത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാ പുനവന്തി മഹാത്മാന സംസിദ്ധിയും പരമാംഗതി. ഭഗവാൻ പറയുന്നു. അതായത് മാമുപേത്യ എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുനർജന്മ ദുഃഖാലയം അശാശ്വതം. ഈ സ്ഥലത്തിന് 2-3 പേരിട്ടുണ്ട് ഭഗവാൻ. എന്താ? അശാശ്വതം, ദുഃഖാലയം തന്നെ ഭഗവാൻ. ഇവിടെ നമ്മൾ എന്തിനാ സുഖത്തിന് വേണ്ടി ശ്രമിക്കണം. ഭഗവാൻ ഇവിടെ സുഖമില്ല എന്ന് പറയുന്നു. ഭഗവാൻ പറയുന്നു ഇവിടെ സുഖമില്ല, ഈ ദുഃഖാലയം എന്ന് പറയുന്നു. നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു, സുഖത്തിന് വേണ്ടി. അപ്പൊ നമ്മളെ ശരിക്കും മൂടാതെ വിളിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില്? ഉണ്ടോ? ഭഗവാൻ വിളിക്കുന്നത് കറക്റ്റാണെന്ന് നടത്തും. നമുക്ക് പ്രഭുപാദിന്റെ പറപ്പെട്ടെന്ന് നോക്കാം. ഹരേ കൃഷ്ണ. ഭാവർത്തം ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും ശാസ്ത്രാനുസൃതമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. മനസ്സിലായില്ലേ? അത് ശാസ്ത്രാനുസരിച്ച് കിട്ടിയോ? പേജായിരിക്കും കിട്ടിയത്. ദുഷ്കൃതികളെ പോലെ അല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. ഇവരെ സുഹൃതികൾ എന്ന് വിളിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാര് സുഹൃതികളാണ്. ധാർമ്മികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇക്കൂട്ടർ പ്രായണ ഭഗവത് ഭക്തരാണ്. പക്ഷെ ശുദ്ധഭക്തരല്ല. അതാണ് ആദ്യം പറഞ്ഞത്. പരമസത്യത്തെ അന്വേഷിക്കുന്നവൻ. ഇവരിൽ 4 വിഭാഗങ്ങൾ: ദുഃഖിതൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്നവൻ. ശുദ്ധഭക്തന്മാരല്ല ഇവർ. പല പല കാരണങ്ങളാലും ഭഗവത് ഭക്തിയുത സേവനത്തിന് വരുന്നവരാണ് ഇവർ. ഇവരാരും ശുദ്ധഭക്തരല്ല. ഭക്തിയുത സേവനത്തിന് പുറമെ അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്. ശുദ്ധഭക്തി എന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ്. ആണ് ഭക്തി. ഇതിൽ പറയുന്നു ഭക്തി രസാമൃത സിന്ധുവിലെ സ്വാദം കൊടുക്കുന്നത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിയുത്തമ. കാമകർമ്മങ്ങളിലൂടെയോ തത്വജ്ഞാനത്തിലൂടെയോ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേന കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം. അതാണ് ഉത്തമ ഭക്തി. ക്ലിയറായോ? മനസ്സിലാവുന്നു ഇല്ലേ? ക്ലിയറായില്ലേ? അതായത് അന്യാഭിലാഷിത ശൂന്യം ആണ് പറയുന്നത്. മറ്റൊരു അഭിലാഷം ഉണ്ടാവും വേണ്ട. ഒറ്റ അഭിലാഷം മാത്രം. ഏതാ? കൃഷ്ണ ഭഗവാനെ സേവിക്കാൻ മാത്രം. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം. നേരത്തെ പറഞ്ഞ ജ്ഞാനം, അതുപോലെ കർമ്മം. നമുക്ക് അതായത് മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കർമ്മം നടത്തും. നിരോധിഷ്ട മറ്റുള്ള കർമ്മയോഗമല്ല അവിടെ പറയുന്നത്. കർമ്മയോഗം നമ്മൾ ചെയ്യുന്ന ഭഗവാന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാനുള്ള, അത് ശരിയുള്ള ഇതാണ്. ഇത് കർമ്മം. അപ്പൊ കർമ്മങ്ങള്, ജ്ഞാനം, സ്പെക്കുലേഷൻ, അങ്ങനെയുള്ള ഊഹാപോഹ ജ്ഞാനത്തിന്റെ കച്ചവടമൊന്നും ഇല്ലാതെ ജ്ഞാന കർമാദി അനാവൃതം. അതൊന്നുമില്ലാതെ എന്ത് ചെയ്യണം? ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമം. അതാണ് ഭക്തി ഉത്തമമായിട്ടുള്ളത്. അല്ലെങ്കിൽ പലതരത്തിലും ആവാമെന്നർത്ഥം. ഭഗവാൻ നമുക്ക് പലതരത്തിലും ഓർക്കാം. ഇവൻ ശിശുപാലിന് കിട്ടി, ഭഗവാൻ ഓർത്തോട്ട് വേഷം കിട്ടി, കംസന് കിട്ടി, പൂതനയ്ക്ക് കിട്ടി, ഇല്ലേ? എല്ലാവർക്കും കിട്ടുന്നില്ലേ? പക്ഷെ അത് അല്ല, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുക. കാര്യം ഭഗവാൻ ഓർത്തു കഴിഞ്ഞാല് ഏത് തരത്തിലായാലും ഓർത്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷ കിട്ടുമെന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെ ഏത് തരത്തിലായാലും ശരി. കാമാദേശ ഭയാസ്നേഹ യഥാ ഭക്തേശ്വരമന ആവേശ തഥ സദ്ഗതിം ഗത. വളർന്നു പറയണം. കാമാദേഷ്യ പലതരത്തിലാണ് പല ആൾക്കാരും കിട്ടുന്നത്. കാമാദേഷ്യ ഭയ സ്നേഹ എല്ലാം കൊണ്ടും ഭഗവാനുള്ള സ്നേഹം കൊണ്ട്,
ഗോപികൾ കാമം കൊണ്ട് കാമാദേഷ്യ ഇവരൊക്കെ കംസൻ ഭയങ്കര ഭയം കൊണ്ടായിരുന്നു ഇല്ലേ? കാമാദേഷ്യ ഭയാസ്നേഹ അതായത് ഭക്തേശ്വര ഭക്തന്മാരായിട്ട് മനസ്സിലായി. അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, പക്ഷെ പല ആൾക്കാർക്കും പലതും കിട്ടുന്നു. ഈ പറയുന്നത് ഗോപിയ കാമ പറയുന്ന ഭാഗവതം. ഗോപികമാർക്ക് കാമം കൊണ്ട്, അതായത് ഭഗവാനോടുള്ള വളരെ ലസ്റ്റി ഡിസ് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്നേഹം. ഗോപിയ കാമ ഭയാ കംസോ, കംസൻ ഭയം കൊണ്ടു. ഗോപിയ കാമ ഭയ കംസോ ചൈദ്യ ദേശീയ ചൈദ്യാദ നിർവാഹ, ദേഷ്യം ചൈദ്യാദ ശിശുപാലുള്ള ആൾക്കാര്, അത്രയും ആൾക്കാര് ദേഷ്യം കൊണ്ട് ദേശീയ ചൈദ്യാദ നിർവാഹ സംബന്ധാവിഷയ റിലേഷൻ കൊണ്ട് ബന്ധു ഋഷികള്, അതാണ് സംബന്ധാവിഷയ സ്നേഹാധിപയം. സ്നേഹം കൊണ്ട് നിങ്ങളും, അതായത് പാണ്ഡവന്മാര് ആ ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാര് മനസ്സിലായി. സ്നേഹാധിപയം ഭക്തിയാ ഭയം വിവോ, ഭക്തി കൊണ്ട് ഞങ്ങളൊന്ന്. ശുദ്ധമോഷി പറയുന്നത് മനസ്സിലല്ലേ? ശുദ്ധമോഷി പറയുന്നത് ഭക്തിയ ഭയം ഭക്തി കൊണ്ട് നമ്മൾ, സ്നേഹം കൊണ്ട് നിങ്ങൾ. പല ആൾക്കാരും പല രീതിയിലാണ്. പക്ഷെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ബെനിഫിറ്റ് ഡിഫറെന്റ് നിർത്തും. ഏതെങ്കിലും തരത്തിൽ നമുക്ക് സായുജ്യമുക്തി കിട്ടിയിട്ട് ബ്രഹ്മനിൽ പോയി കഴിഞ്ഞാലൊക്കെ നമ്മുടെ ആക്ടിവിറ്റി നമുക്ക് നടക്കില്ല. അതാണ് കാര്യം. ജീവാത്മാവിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റിയാണ്, പ്രവർത്തനം. നമ്മൾ ആരെങ്കിലും പ്രവർത്തിക്കാതിരിക്കുന്ന ആരെങ്കിലും, ഒരു പ്രവർത്തനമില്ലാതിരിക്കുന്ന ആരെങ്കിലും, ഇതേ സമയത്ത് കൈ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്പം റെസ്റ്റ് എടുത്ത് എന്താ ചെയ്യാം? ഇമ്മീഡിയറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നോ? അല്ലേ? അങ്ങനെ ഇമ്മീഡിയറ്റ് ചെയ്യണം. എത്ര നേരമായി ഇരിക്കുന്നു? വളരെ മോശം. അങ്ങനെ ആക്ടിവിറ്റിയാണ് നമ്മുടെ ആത്മാവിന് സ്വഭാവം. ആക്ഷനാണ്, പ്രവർത്തനമാണ്. പക്ഷെ എന്താ പ്രവർത്തനം ശരിക്കും അത് ആത്മാവിന് അറിയില്ല. അതാ കാര്യം. ആത്മാവിന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഢാത്മാവിന് അറിയുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരൊറ്റ ആക്ഷനുള്ളൂ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം അതുകൊണ്ട് സന്തോഷമാവുന്നുള്ളതാണ്. എന്താണ്? കൃഷ്ണാബോധം ഇല്ലേ? കൃഷ്ണനെ സേവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ശരിക്കും. അതാണ് ആക്ഷൻ ശരിക്കും. അതുകൊണ്ട് ആത്മാവിന് ആക്ഷൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? ആക്ഷൻ വേണമെങ്കിൽ എന്ത് വേണം? വൈകുണ്ഠങ്ങളിൽ ചെല്ലണം. എങ്ങനെയുള്ള വൈകുണ്ഠങ്ങളിൽ? ഇവിടെ പ്ലാനറ്റിൽ പോയാലേ നമുക്ക് അവിടെ എന്തെങ്കിലും സർവീസിനുള്ള ചാൻസ് കിട്ടുള്ളൂ. ഒന്നുമില്ലാതെ വെറും വായുവിന് മാത്രമേ നമുക്ക് എന്താ അവിടെ ആക്ഷനുണ്ട്? ഒന്നുമില്ല. അപ്പൊ ആത്മാവിന്റെ സ്വഭാവം ശരിക്കും ഇതായതുകൊണ്ട് നമുക്ക് വേണ്ട എന്താണ് ശരിക്കും? സർവീസാണ്. സർവീസ് കിട്ടിയാൽ ഒന്നുകിൽ ഭഗവാന് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെയായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള സർവീസ്. ആ സർവീസ് ചെയ്യാതെ ആഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൊതുവെ ആൾക്കാർ പറയും ബ്രഹ്മനിൽ ലയിക്കണമെന്നില്ല. ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ടാവില്ല, നീയും ഞാനും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഈ കാണുന്ന ആൾക്കാർ ഇല്ലാതിരുന്നിട്ടില്ല, ലയിച്ചു പോകുന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അത് പ്രഭുപാദന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ തരുന്നുണ്ട്. വളരെ ഒരു മരം, പച്ച അലകാതെ നിറച്ച് മരം നിൽക്കുമ്പോൾ എനിക്കൊരു പച്ച തത്ത പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു അത് ലയിച്ചു. പക്ഷെ അത് ലയിച്ചിട്ടൊന്നുമില്ല. ഇൻഡിവിജ്വലായിട്ട് അവിടെ ലയിക്കുന്നുണ്ടോ? ഇല്ലേ? അതിലേക്കുണ്ടോ? അവിടെ ലയിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ലയിക്കുന്നില്ല. നിങ്ങൾ എന്നും നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, സെപ്പറേറ്റ് ഒരു ജീവാത്മാവാണ് നിങ്ങളെന്നും സെപ്പറേറ്റ് തന്നെയായിരിക്കും. അങ്ങനെയാണ്. ഒരിക്കലും നമ്മൾ എന്താവുന്നില്ല, വെള്ളത്തിൽ വെള്ളം മിക്സ് ആവുന്നില്ല എന്നർത്ഥം. നമ്മൾ സെപ്പറേറ്റാണ് നിൽക്കുന്നത് ബൈബിളിൽ. എന്തായിട്ട് ബ്രഹ്മനായാലും നമ്മൾ ഇൻഡിവിജ്വലാണ്, സെപ്പറേറ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കൃഷ്ണയായിട്ട് തന്നെ നമ്മളിരിക്കും. ഭഗവാന്റെ ഒരു അംശമായിട്ട് തന്നെ നമ്മളിരിക്കണം. പക്ഷെ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ പ്രയാസമാണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഭാഗവത തന്നെ ഇതിൽ പറയുന്നുണ്ട്. ശരിക്കും ജ്ഞാനാർവിന്ദാക്ഷ വിമുക്ത മാനിനസ്, അതായത് ഭഗവാന്റെ കാൽപാദങ്ങളിൽ എന്തെങ്കിലും സർവീസ് ചെയ്യാൻ ആഗ്രഹമില്ലാതെ ഭഗവാന്റെ ആ പേഴ്സണൽ ഫോം, ഭഗവാന്റെ ഫോം ഉണ്ടല്ലോ, അത് നിരാകരിക്കുന്ന ആൾക്കാർക്ക് പ്രയാസമാണ്. എന്താ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മതം തെറ്റ അത് പറയുന്നു. അവർ വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് ഉഷ്മതാഗ്രഹം ഭഗവാന്റെ പാദങ്ങൾ സേവിക്കാത്തതുകൊണ്ട് അവർ വീണ്ടും പതന്തി, അതായത് വീണ് പോകും ചാൻസ് ഉണ്ട്. എന്താ കാര്യം? ജ്ഞാനാരവിന്ദാക്ഷ വിമുക്തമായി അങ്ങനെയുള്ള ആൾക്കാര്. അതുകൊണ്ട് എപ്പോഴും എന്ത് വേണം? ആക്ഷൻ വേണം. പക്ഷെ ആക്ഷൻ എന്തായിരിക്കണം?
ഭഗവത്സവനമായിട്ടുള്ള ആക്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ ശരിയാണ് ഒറിജിനൽ സ്വരൂപത്തിലേക്ക് വരണം. അല്ലെങ്കിൽ എന്താ ദേഹാത്മബുദ്ധി നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ദേഹം തന്നെയാണ് ആത്മാവും നിങ്ങൾ അങ്ങനെ ബുദ്ധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? ഇത് നമുക്ക് ദേഹം വിടാനും തോന്നില്ല. അതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് ദേഹം വിടാൻ പ്രയാസം ഉണ്ടായിരിക്കില്ല. അത് ഇത് ഞാനല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദേഹം പോയാലും കുഴപ്പമില്ല. അല്ലെ, ഈ ഷർട്ട് ഞാനല്ല എന്ന് വിചാരിക്കണമെങ്കിൽ ഷർട്ട് കീറി പോയാലും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കേട്ടോ, ഇല്ലല്ലോ. ഈ ഷർട്ട് ഞാനെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പോകണം പോകുന്നു. അങ്ങനെയാണ് നമുക്ക് പൊതുവെ ആൾക്കാരെ സ്വീകരിക്കുകയാണ്. നരകസ്ഥ വിദേഹമായ നാ പുംസാൻ തട്ടുമിച്ചത് ഭാഗം പറയുന്നു. നരകത്തിൽ നരയാതെ അനുഭവിക്കുകയാണെങ്കിൽ പോലും അത്ര പ്രയാസം എടുക്കുകയാണെങ്കിൽ പോലും ദേഹം വിടാൻ ഇഷ്ടമല്ല. അല്ലെങ്കിൽ എത്ര പ്രയാസമാണ് എന്റെ ദേഹം പോട്ടെ, എനിക്ക് പുതിയ കോടി കിട്ടുന്ന അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല. അത്ര എന്താണെന്ന് വെച്ചാൽ അത്രയും മൂടാൻഭാവം നമ്മള്. അതാണ് ഒരു കാര്യം. നമ്മൾ തന്നെയാണ് നമ്മൾ ഈ ഷർട്ട് അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിനി ഷർട്ട് ഇതന്നെ ഞാനൊന്നും വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തുണ്ടാവുന്നു? നരകസ്ഥോപി നരകാവസ്ഥയിൽ പോകണമെങ്കിലും അത്ര പ്രയാസമാണെങ്കിലും ശരി, ഏറ്റവും വലിയ പ്രയാസമായാലും ശരി, വീണ്ടും നമ്മൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. മനസ്സിലായില്ലേ? നരകസ്ഥോ വിധേയമായ നാ പുംസാം, മനുഷ്യൻ എന്ത് നാ തെട്ടുമിച്ചത് വിടാൻ ആഗ്രഹമില്ല. എന്താ കാര്യം? നാരയ്ക്കാം ദുരിതാവ് സത്തോ ദേവമായ ഉപയോഗിക്കുക. മായ അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ അവിടെയുള്ള എക്സിസ്റ്റൻസ് നരകത്തിൽ നമ്മൾ ചെറിയ ടേസ്റ്റ് കാണുക. അതാണ് കാര്യം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ലൊരു എക്സാമ്പിൾ ആണ്. അതായത് അവിടെ വലിയൊരു കുഴിയിലേക്ക് വീഴുകയാണ്. അന്ധകാരം, ഒന്നും കാണാനില്ല. പിടിക്കാൻ എന്തോ കിട്ടി എന്നതാണ്. താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് പിടിക്കാൻ പിടി കിട്ടി പിടിച്ച് നിൽക്കാനാണ്. കാരണം വളരെ വലിയ കളറ് അന്ധകാരം മാത്രം. എന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ രണ്ട് എലികള് നമ്മൾ പിടിച്ചുള്ള അതുണ്ടല്ലോ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു വെള്ള എലിയും ഒരു കറുത്ത എലിയും അത് നോക്കിക്കുന്നുണ്ട്. ആ സമയത്ത് അതിൽ തന്നെ ഒരു മരത്തിന്റെ കൊമ്പില് തേനീച്ചറ പോലുണ്ട്. അതിന് താൻ വീഴുന്നുണ്ട് ഒരു ഡ്രോപ്പ്. അപ്പൊ താൻ വീഴുന്നോട്ടേക്ക് നമ്മൾ നിൽക്കുകയാണ്. അതാണ് ശരി. ആ ടേസ്റ്റ് എന്താ വെളുത്ത എലിയും കറുത്ത എലിയും രാത്രിയും പകലാണ്. രാത്രിയും പകലും നിങ്ങളെ കട്ട് ചെയ്യാണ്. ഓരോ ദിവസം ആയുസ് കട്ട് ചെയ്യാണ്. മനസ്സിലായില്ലേ? ഏത് സമയത്ത് വീഴല്ലേ. എന്നിട്ട് പോലും ആ സമയത്ത് പോലും ടേസ്റ്റ് മനസ്സിലായില്ലേ? അതാ പറയുന്നത്. അതായത് അത് നോക്കുന്നത് ദേവമായ മായയാണ്. ആ മായ കൊണ്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് കാര്യം. മായ ദുരത്തെയാ ഭഗവാൻ പറയുന്നുണ്ട്. എന്റെ മായ ഭയങ്കര സ്ട്രോങ് ആണ്. നിങ്ങൾ ഒരു മായ എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ മായനെ രക്ഷപ്പെടാൻ ഓക്കെ. എന്താ മായ? അകമ്മന്റെ ദുരത്തയ. പക്ഷേ മാമേവയെ പ്രബലുണ്ട്. എനിക്ക് മാത്രം എന്നെ മാത്രം ശരിയായ എന്നെ മാത്രം ശരണം പ്രാപിക്കാന്ന് വെച്ചാൽ എന്നെയും കൂടി നല്ല ഭഗവാൻ പറയുന്നത്. മനസ്സിലായില്ലേ? എന്നെയും കൂടി നിങ്ങളെ ഒരാളെ കാണാനല്ല പറയുന്നത്. ഞാനാണ് നിങ്ങളെ എന്നാണ് പറയുന്നത്. മാം ഏവയെ പ്രപതുന്നത്. എനിക്ക് മാത്രം എന്നെ മാത്രം ശരണം പ്രാപിക്കുന്ന ആൾക്കാര് മായാമയത്താൻ തരം ചെയ്തു. ഈ മായനെ രക്ഷപ്പെടും. പക്ഷെ ഇന്ന് എന്താണ് കാര്യമുള്ളത്? എനിക്ക് മാത്രം അത് നമുക്ക് കിട്ടുന്നില്ല. കാരണം എനിക്ക് പല ആൾക്കാരുണ്ട്. ആണ് എന്നോടുകൂടി എന്റെ ദേഹത്തിനോടുകൂടി കണക്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരും നമുക്ക് ഉണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. ഭഗവാൻ സമ്മതിക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് എന്താണ്? പിതാഹമസ്യ ദേവതോ മാതാ ദാത്താ പിതാമഹ ആണ് പറയുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പിതാവ്. നിങ്ങളുടെ പിതാവ് മാത്രമല്ല, അമ്മയും ഞാൻ തന്നെയാണ് പറയുന്നത്. അച്ഛൻ ഞാൻ തന്നെ, അമ്മയും ഞാൻ തന്നെ, ദാത്ത എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറും ഞാൻ തന്നെ. മനസ്സിലായി? ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് വേറെ ആളെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? നമുക്ക് വേറെ ആളെന്ന് നമുക്കെന്താ ശരീരത്തിന്റെ കണക്ഷനുള്ള സമയം വരെ, ദേഹബുദ്ധിയുള്ളത് വരെ നമുക്ക് മറ്റേ ബന്ധക്കാരൊക്കെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്നു. സ്നേഹപാശമിവും ചിന്തി ദൃഢം പാണ്ഡുഷു അത വിശ്വേശ്വര വിശ്വാത്മൻ വിശ്വമൂർത്തെ സ്വദേശുമേ. വിശ്വേശ്വര കൃഷ്ണ, നീ വിശ്വേശ്വരനാണ്. വിശ്വന്റെ എല്ലാവരും ബുദ്ധിയേക്ക് ശരി കറക്റ്റ് മനസ്സിലായി. അത വിശ്വേശ്വര വിശ്വാത്മ, വിശ്വത്തിന്റെ മുഴുവൻ ആത്മാവ് നീയാണ്. അത വിശ്വേശ്വര വിശ്വാത്മൻ വിശ്വമൂർത്തെ, വിശ്വത്തിന്റെ മൂർത്തിയാണ് നീ. മനസ്സിലായി? വിശ്വമൂർത്തെ സ്വകേഷുമേ സ്നേഹവാസം നിവം ചിന്തി. എന്റെ ആൾക്കാരോടുള്ള സ്നേഹം പോലെ, എന്റെ മക്കളോടുള്ള സ്നേഹം.
സ്നേഹപാശം. സ്നേഹം എന്താണ്? എന്താ സ്നേഹം? പാശം. നീ വളരെ കറക്റ്റാണ് പറയുന്നത്. സ്നേഹപാശം ഇവൻ ചിന്തി, അത് കട്ട് ചെയ്യാൻ. അത് കട്ട് ചെയ്യാൻ നമുക്ക് ഭഗവാനോട് ചോദിക്കണം എന്നർത്ഥം. കാരണം എന്താ? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെയാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും ഭഗവാനോട് പുതിയ പ്രാർത്ഥിക്കും. നമുക്ക് ആ പ്രാർത്ഥന ആരും അത്ര ശ്രദ്ധിക്കാറില്ല. സ്നേഹവാസം ഇവൻ ചിന്തി ദൃഢം പാണ്ഡുഷു പിഷുഷു. പാണ്ഡവന്മാരോടും, അതാരെ പാണ്ഡവന്മാര്? കുന്തിയുടെ മക്കള്. പാണ്ഡവന്മാരോടും ഋഷികളോടുള്ള എന്റെ ആ ബന്ധം കട്ട് ചെയ്തു. മനസ്സിലായില്ലേ? അതാണ് അവിടെ കുന്തിയിൽ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വരുമ്പോ എന്തായി? ശുദ്ധഭക്തി. എനിക്ക് കൃഷ്ണ കോൺഷ്യസായി. അതുവരെ എന്താ കോൺഷ്യസ്? ആ കോൺഷ്യസ്. മക്കൾ കോൺഷ്യസ് ഉണ്ട്, കൃഷ്ണ കോൺഷ്യസ് ഉണ്ട്. ഭർത്താവ് കോൺഷ്യസ് ഉണ്ട്, കൃഷ്ണ കോൺഷ്യസ് ഉണ്ട്. ഭാര്യ കോൺഷ്യസ് ഉണ്ട്, കൃഷ്ണ കോൺഷ്യസ് ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. എല്ലാം മിക്സഡ് കോൺഷ്യസ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്തായി? അതും പ്രയാസം. നമ്മൾ എന്ത് ചെയ്യേണ്ടിയും സഫർ ചെയ്യണം. കാരണം നമ്മൾ വന്നിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വിവാഹം പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരെ കിട്ടുന്നു. നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുക്താനാം വിശുദ്ധാനാം നാരായണപരായണ മുക്താനാം അഭിസിദ്ധാനാം. സിദ്ധന്മാരെ, മുക്തി കിട്ടിയ അങ്ങനെയുള്ള സിദ്ധന്മാര് ധാരാളമുണ്ട്. ധാരാളമാണ് ശരി. അതുപോലെ മുക്തി ധാരാളം കിട്ടും. ഭക്തി കിട്ടാതെ പ്രയാസം. മുക്തി എന്ന് വെച്ചാല് ഭൗതികമായിട്ട് ഇതിനോടുള്ള നമ്മൾ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, നോക്കി കണ്ടിട്ട് ആൾക്കാർ കട്ടി ഇതിലൊന്നുമില്ല, നമ്മുടെ ആരുമില്ല എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അങ്ങനെയായാലും ശരി, മുക്താനാമ സിദ്ധാനാം നാരായണപ്രായണ. ഭഗവത്ഭക്തിയുള്ള ആൾക്കാരെ ഉണ്ടല്ലോ, അവര് വളരെ റയറാന്നാ പറയുന്നത്. പോലെ മുക്തന്മാര് പിന്നെയും കാണും. എനിക്ക് അതിനോട് തൃപ്തിയില്ല, എനിക്ക് ലോകം മുഴുവൻ തൃപ്തിയില്ല, ഇവിടെ ഒരു കാര്യമില്ല നമ്മുടെ അതൊക്കെ പറയരുത്. പക്ഷെ എന്താ കാര്യം? അങ്ങനെ നടക്കില്ല. നടക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാം കൃഷ്ണനായിട്ട് ബന്ധിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇത്തരം ആൾക്കാരെ നമ്മളായിട്ട് കണക്ട് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു പല പാർട്ടികൾ അഭിനയിക്കേണ്ടതില്ല. ആ പാർട്ടി ശരിയായിട്ട് അഭിനയിച്ചു പോകണം. അതിന്റെ കാര്യം വേണമെന്നില്ല. ഭഗവാൻ നമ്മുടെ പാർട്ടി അച്ഛനായിട്ടും അതുപോലെ മകനായിട്ടും ഭർത്താവായിട്ടും ഒക്കെ അഭിനയിക്കാൻ തന്നിട്ടുണ്ട് നമുക്ക്. ഭഗവാനോട് വന്നിട്ട് എങ്ങനെ അഭിനയിച്ചു പോകുന്നു അതുപോലെ നാളും അഭിനയിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പക്ഷെ അഭിനയിക്കലായിരിക്കണം, അറ്റാച്ച്മെന്റ് ആവരുത്. നമ്മൾ അഭിനയിക്കല്ല, നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാരെ വരുന്നത്. മുക്താനാമ സിദ്ധാനാം നാരായണപരായണ സുദുർലഭ. വെറും ദുർലഭമല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വെച്ചിട്ടുള്ളൂ. സുദുർലഭ പ്രശാന്താത്മ. പ്രശാന്താത്മ എന്ന് വെച്ചാൽ എന്താണ് ശരിക്ക്? നാരായണപരായണ. അത് ഭഗവത് ഭക്തന്മാരെ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. സുദുർലഭ. വളരെ നമ്മൾ കാണും ധാരാളം. പക്ഷെ സുദുർലഭ. സുദുർലഭ പ്രശാന്താത്മ. അവർ പ്രശാന്താത്മാക്കളാണ്. കോടീശ്വരി മഹാമുനെ. കോടികളില് ഒന്നേ കിട്ടുന്നു. അങ്ങനെ അതാണ്. അപ്പൊ നമ്മള് ശ്രമിക്കുന്ന കാര്യം മഹത്തായ കാര്യമാണ്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് അഡ്വാൻസ് ആണ്. ഒരേ ഒരു വഴിയുള്ളൂ. എന്ത് വഴി? കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാബോധം. എന്തായാലും വഴി കടക്കാനായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് ഭഗവാന്റെ മൊബൈൽ നമ്പർ എന്നർത്ഥം. മനസ്സിലായി? ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി എപ്പോഴെങ്കിലും എടുക്കാതിരിക്കില്ല. അതിന്റെ കാര്യം നമ്മൾ കണ്ടില്ലേ? ഇലക്ട്രിസിറ്റി വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല, എടുത്തു വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതെന്ത് ചെയ്യും? ഭഗവാൻ എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാം നമുക്ക് കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വിളിക്കുമ്പോഴേ കേൾക്കുന്നുണ്ടാവും. ഞാൻ വിളി തുടങ്ങിയെന്നുള്ളൂ. വിളിക്കാൻ തുടങ്ങിയത് നമ്മൾ ഭഗവാൻ പറയണ്ടേ? ഭഗവാൻ അറിയാം എത്ര ജന്മങ്ങൾക്ക് ശേഷം. ഭഗവാൻ കണ്ടിട്ട് പറയും ഇത്ര ജന്മത്തിന് ശേഷം എത്രയൊക്കെ ബോഡി കിട്ടി, എത്രയൊക്കെ ബന്ധുക്കളും അച്ഛന്മാരും അമ്മമാരും വന്നു, ഇപ്പത്തെ വന്നു, ഇപ്പോഴാണ് തുടങ്ങിയിട്ടുണ്ട് എന്നത്. അതാണ് അപ്പോഴേ അറിയാം. അപ്പൊ അങ്ങനെ ഒരേ ഒരു വഴി ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇയാൾക്ക് മറ്റും ചെയ്യാനില്ല. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. അവിടെ കേൾക്കുന്ന ആൾക്കാർക്കും ചോദിക്കാം.
ശാറ്റനാണ്. ഹരേ കൃഷ്ണ. അവര് സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ അനുച്ഛേദം പറഞ്ഞ് മോക്ഷം നാലഞ്ച് വയസ്സിൽ മോക്ഷം കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഈ സുഹൃത്തുക്കളായ അവര് പക്ഷെ വിഷയ ഭക്തന്മാരല്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് ശരിയായ ഭക്തന്മാരായി മാറാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? ശരിയായ പദ്ധതി കടക്കാനായിട്ട് ഇതില് അവിടെ പപ്പടം മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വരുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ഭഗവാൻ അവർ വരുന്നുണ്ടല്ലോ, ഭഗവാന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പല കാര്യങ്ങൾ ചോദിക്കാനായിട്ട്, മനസ്സിലായില്ലേ? അപ്പൊ ആ സുഹൃത്തുക്കളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധഭക്തന്മാരായിട്ട് അല്ലെങ്കിൽ നല്ല ഭക്തന്മാരായിട്ടുള്ള കോണ്ടാക്ട് ചാൻസ് കിട്ടും. അതാണ് അത് അവരുടെ സിൻസിയാരിറ്റി, അതായത് അവർ ശരിയായ രീതിയിലാണ് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഭഗവാൻ അത് അകത്ത് നിന്ന് തന്നെ അറേഞ്ച് ചെയ്യും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഓക്കെ പ്രഭുപാദന്റെ ഒരു ഭഗവത്ഗീതയായിരിക്കും കാര്യം ധരിക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷനുള്ള ഭക്തന്മാരായിട്ട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഭഗവാൻ കണക്ട് ചെയ്യും. അങ്ങനെ രക്ഷപ്പെടാവുന്നു. അല്ലാതെ അസോസിയേഷൻ കൂടി അല്ലാതെ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അസോസിയേഷൻ മാത്രമാണ് ശരി. അസോസിയേഷൻ കൂടി മാത്രം രക്ഷപ്പെടാൻ കഴിയും. അതിനുള്ള ചാൻസ് ആണ് അവർ ആ ഭഗവാനടുത്തേക്ക് മാത്രം അന്വേഷിച്ച് വരുന്നത്. മനസ്സിലായില്ലോ? അവര് ഇത്തരം കാര്യങ്ങൾക്ക് അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ മറ്റു പല ആൾക്കാരും ഇതൊന്നും അന്വേഷിക്കാതെ ഭഗവാനെ മാത്രം നമസ്കരിക്കാനും ഒന്നേട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. മനസ്സിലായില്ല? അങ്ങനെയുള്ള കോണ്ടാക്ട്. അപ്പൊ അത്ര ആൾക്കാരായിട്ട് കോണ്ടാക്ട് കിട്ടുന്നു. ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ ചാൻസ് കിട്ടുന്നു. ഹരിബോധ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ചോദ്യമൊന്നുമില്ല. ഹരേ കൃഷ്ണൻ. ഹരേ കൃഷ്ണൻ.